ഇനിയും ഒരാൾ. രചന സേതുലക്ഷ്മി ജയപ്രകാശ്. അല്പം തുരുമ്പ് വളർന്ന ഗേറ്റിൽ പിടിച്ചുകൊണ്ട് അമ്മു അകത്തേക്ക് നോക്കി. ഗേറ്റിൻ്റെ ഉള്ളിൽ കൊട്ടാരം പോലൊരു വീട്. ഗേറ്റ് മലർക്കെ തുറന്നുകൊണ്ട് അമ്മു അകത്തേക്ക് കയറി. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കയറിയതുപോലെ. വീടിന് നാലുവശത്തുമായി നിറയെ വൃക്ഷലതാദികൾ. മുറ്റത്തേക്ക് തണൽ വിരിച്ചു നിൽക്കുന്ന ഒട്ടുമാവുകളും പ്ലാവുകളും. ഗേറ്റിൽ നിന്നും വീട്ടിലേക്ക് കയറുന്ന നടപ്പാതയിൽ വഴിക്കിരുവശവും ആർത്ത് കയറി നിൽക്കുന്ന പലതരം ചെടികൾ. മുല്ല, പിച്ചി, ജമന്തി, അങ്ങനെ പലതരം ചെടികൾ. അവയുടെ കൂട്ടത്തിൽ പേരറിയാത്ത വേറെ ഏതൊക്കെയോ ചെടികളും. നല്ല വെയിലും ചൂടുമാണെങ്കിലും അതൊന്നും ഈ അന്തരീക്ഷത്തെ ബാധിക്കുന്നതേയില്ല. ശരീരത്തിനും മനസ്സിനും ആകെ ഒരു കുളിർമ. വീടിൻ്റെ നടുമുറ്റത്തായി നിന്നുകൊണ്ട് അവൾ നാലുപാടുമൊന്ന് കണ്ണോടിച്ചു. എല്ലാം അതുപോലെയൊക്കെ തന്നെ, ഒരു മാറ്റവുമില്ല. കുറേ കളകളും ചെടികളും അങ്ങിങ്ങായി വളർന്ന് പൊങ്ങിയിട്ടുണ്ടെന്നുള്ള മാത്രമേ ഉള്ളൂ. വലിയ സിറ്റ് ഔട്ടിൽ ഇപ്പോഴും കാലപ്പഴക്കമേൽക്കാത്ത തേക്കിൽ കടഞ്ഞെടുത്ത വലിയ സിംഹാസനം പോലെയുള്ള കസേര. അമ്മു ആ കസേര മൃദുവായി ഒന്ന് തൊട്ടു. തേക്കിൻ്റെ മൃദുവായ തണുപ്പിനൊപ്പം ഓർമ്മകളുടെ ലോലമായ സ്പർശം അവളുടെ ഹൃദയത്തെ വന്ന് പൊതിഞ്ഞു. അവളുടെ ശ്രദ്ധ അടച്ചിട്ടിരുന്ന മുൻവാതിലിന് നേരെ തിരിഞ്ഞു. തേക്കിൽ തീർത്ത ചിത്രപ്പണികളുള്ള വലിയ പൂമുഖവാതിൽ. 9 വർഷം മുമ്പ് തനിക്ക് നേരെ അടഞ്ഞ വാതിലാണത്. അവളുടെ ഓർമ്മകളിൽ ശബ്ദം മുഴങ്ങി. ഇറങ്ങിപ്പോ നീ, ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിൽക്കരുത്. എന്തു വന്നാലും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ഇറങ്ങിപ്പോടി നീ. ഉഗ്രമായ അലർച്ച, ഒപ്പം ഈ വലിയ വാതിൽ വലിച്ചടക്കുന്ന വലിയ ശബ്ദവും ഇന്ന് അവളുടെ ഹൃദയത്തിൽ മാറ്റൊലി കൊണ്ടു. അതിനുശേഷം ഇന്നോളം ഈ വാതിൽ കടന്ന് താൻ ഉള്ളിൽ പ്രവേശിച്ചിട്ടില്ല. ഇത് വലിച്ചടച്ച ആള് തന്നെ വരണം. ഇനി ഇതൊന്ന് തുറക്കാനും അമ്മുവിനുള്ളിലേക്ക് കടക്കാനും. അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി. അമ്മു വാതിലിൻ്റെ ഡോർ ഹാൻഡിൽ കൈവച്ചതും അകത്തുനിന്ന് പ്രാണൻ വേർപ്പെടുന്നൊരു നിശ്വാസം അവളുടെ ഓർമ്മയിലേക്ക് അലയടിച്ചു. ചുറ്റും കാക്കിപ്പടയുടെ ബൂട്ടിൻ്റെ ശബ്ദം, മിന്നലടിക്കുന്ന പോലെയുള്ള ക്യാമറ ഫ്ലാഷുകളുടെ തുരുതുരയുള്ള പ്രവാഹം, എവിടെയൊക്കെയോ ഘോരമായ ആക്രോശങ്ങളും പുലമ്പലുകളും. അവയ്ക്കിടയിലൂടെ ഇരുകൈയിലും വിലങ്ങണിഞ്ഞ് തല ഉയർത്തി നടന്നുപോയൊരു 6 അടി രൂപത്തിന് നേർത്ത നിഴൽ ചായും. ഓർമ്മകൾ ഇപ്പോഴും കുതിക്കുകയാണ്. ഭയത്തോടെ കൈ പിൻവലിച്ചു അമ്മു. കുഞ്ഞേ. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയത്. പുറകിൽ ജോസഫ് ചേട്ടൻ. 70 വയസ്സിന് മേൽ പ്രായമുള്ള അദ്ദേഹം ഇന്നും നാട്ടുകാർക്ക് ജോസഫ് ചേട്ടൻ തന്നെയാണ്. എന്താ മോളെ ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്നത്? കുഞ്ഞ് വല്ലാതെ കരഞ്ഞ ലക്ഷണമുണ്ടല്ലോ. ഇതുവരെ ആയിട്ട് ഇതൊന്നും മാറിയില്ലേ മോളെ? അതിന് മറുപടി പറയാതെ അമ്മു കണ്ണുനീരിനിടയിലൂടെ ഒന്നും മന്ദഹസിച്ചതേയുള്ളൂ. ഇത് കണ്ടോ ജോസഫ് ഏട്ടാ, ഈ വീട് ആ കാടും പടപ്പൊക്കെ പിടിച്ച് വല്ലാതെയായി. ആരെങ്കിലും 2 പണിക്കാരെ നിർത്തി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം. ഈ വീടിങ്ങനെ കിടന്ന് നശിക്കേണ്ടതല്ല. അദ്ദേഹം ഉടനെ തന്നെ വരും. അപ്പം ഈ വീടിങ്ങനെ വൃത്തികേടായി കിടക്കരുത്. ശരി മോളെ, എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഇന്ന് തന്നെ 2 പണിക്കാരെ ഞാൻ കൊണ്ടുവരാം. അതിന് മറുപടിയായി അവളൊന്ന് മൂളിയേ ഉള്ളൂ. മുറ്റത്തേക്ക് മാറി നിന്നുകൊണ്ട് അവൾ നാലുപാടും വീണ്ടും നോക്കി. വീടിൻ്റെ ഭംഗിയൊക്കെ നശിച്ചിരിക്കുന്നു. ഇനി ഇത് പെയിൻറ് ചെയ്ത് വൃത്തിയാക്കണം. അദ്ദേഹം രാജാവിനെ പോലെ വാണ കൊട്ടാരമാണിത്. ഇനിയും അദ്ദേഹം രാജാവിനെ പോലെ തന്നെ ജീവിക്കണം. ആ മുറ്റത്ത് തണൽ വിരിച്ച ഒട്ടുമാവിൻ്റെ കീഴെ നിൽക്കുമ്പോൾ അമ്മുവിൻ്റെ മനസ്സ് ഭൂതകാലത്തിലേക്കൊന്ന് സഞ്ചരിച്ചു. പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് കാമത്തോടെ മാത്രം നോക്കി ശരീരം കൊണ്ട് സ്നേഹിക്കുന്നവർക്കിടയിൽ ആത്മാവ് കൊണ്ട് സ്നേഹിച്ച ഒരേ ഒരു വ്യക്തി. ആ ഓർമ്മയിൽ പോലും അമ്മുവിൻ്റെ മനസ്സൊന്ന് വിതുമ്പി. അമ്മുവിൻ്റെ മനസ്സ് 9 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രഭാതത്തിലായിരുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന 2 വയസ്സുള്ള ആമി മോളെയും ചുമലിലിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാൻ റെഡിയാവുന്ന അമ്മ സുശീലയുടെ പിന്നിലെത്തി അവളൊന്ന് ശങ്കിച്ചു നിന്നു. പിന്നെ വിളിച്ചു, അമ്മേ. വിളി കേട്ടെങ്കിലും അവർ കേട്ടതായി ഭാവിച്ചില്ല. അമ്മേ. അവൾ വീണ്ടും വിളിച്ചു. എന്താടി? അവർ അതൃപ്തിയോട് ചോദിച്ചു. കുഞ്ഞിന് പാൽ വാങ്ങണം അമ്മേ, പൈസ വേണം. അതിന് ഞാൻ നോട്ടടിക്കുകയാണോ അവിടെ? ഒന്നാമത് ശമ്പളം കിട്ടിയില്ല, അതിനിടയിലെ പാല്. അവിടെ കട്ടൻ ചായ വേണം, എടുത്തുകൊടു. കുഞ്ഞിനെങ്ങനെയാമേ കട്ടൻ ചായ? അമ്മു വിക്കി. ഓഹോ, ഇതൊക്കെ അറിയെങ്കിൽ കെട്ടിയോനെ പിണക്കരുതായിരുന്നു നീ. ഏതാണടി ലോകത്ത് കുടിക്കാത്ത? അവനൊന്ന് തല്ലിയെന്ന് പറഞ്ഞ് പുള്ളെടുത്തോണ്ട് വന്നേക്കുന്നു. ഒന്നാണ് അമ്മയെ തല്ലിയത്, ദിവസം ഇത് തന്നെയല്ലേ? അമ്മുവിൻ്റെ കണ്ണുകൾ തുളുമ്പി. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് നിന്നെ കൊച്ചിനെ മാത്രം നോക്കിയാൽ പോരാ. നിനക്ക് താഴെ ഒരു പെൺകുച്ചൂടുണ്ട് എനിക്ക്. നീ വേറെ വല്ല പണി നോക്ക്. അമ്മു. പെട്ടെന്ന് പുറത്തുനിന്ന് അയൽവക്കത്തെ രജനിയുടെ വിളി കേട്ടു. ആ ചെല്ല്, വേഗം ചെല്ല്. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ എണ്ണങ്കെട്ടോട് കൂട്ടിയിട്ട് പോരുതെന്ന്. അഴിഞ്ഞാട്ടക്കാരി അവള്. സുശീല പൊട്ടിത്തെറിച്ച്. ഇവിടെ നിന്നെ പേരുദോഷം കൂടി കേൾപ്പിക്ക്. അമ്മ ഒന്നും മിണ്ടിയില്ല. സുശീല ബാഗ് എടുത്ത് ചവിട്ടി തുള്ളിപ്പോയതും രജനി വീട്ടിലേക്ക് വന്നു. രാവിലെ തന്നെ നിന്റെ അമ്മ കലിപ്പിനാണല്ലോ അമ്മു. ഇന്നത്തെ പ്രശ്നം? ഞാനും കുഞ്ഞും തന്നെ ആടി. അമ്മു കരഞ്ഞു.
അയാൾ എന്നെയും കൊച്ചിനെയും ഉപദ്രവിക്കുന്നത് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഞാൻ വന്നതാ തെറ്റ്. ഇവരെൻ്റെ സ്വന്തം അമ്മ തന്നെയാണോ? നീ കരണ്ടടി, കുഞ്ഞിനെ ഈ പാൽ തിളപ്പിച്ചുകൂട്. രജനി പാൽ കവർ അമ്മുവിനെ ഏൽപ്പിച്ചു. ആ സമയം തന്നെ രജനിയുടെ ഫോൺ ബെല്ലടിച്ചു. അവൾ ഫോൺ എടുത്തു. ഹലോ. ഓ ഇല്ല ദേവസ് ചേട്ടാ, ഞാൻ ഈ പോലീസുകാരായിട്ടുള്ള ഇടപാടില്ല. ശരിയാവില്ല. ആ ഓക്കെ. രജനിയുടെ സംസാരത്തിൽ നിന്നും വിളിച്ചത് ബ്രോക്കർ ദേവസ്യാണെന്ന് അമ്മുവിന് മനസ്സിലായി. ബ്രോക്കർ മാത്രമല്ല, നല്ല ഒന്നാന്തരം പിമ്പ് കൂടിയാണ് അയാൾ. രജനിക്ക് ഈ ബിസിനസ് ഉള്ളത് അമ്മുവിന് അറിയാം. പക്ഷെ അവൾക്കൊരിക്കലും കൂട്ടുകാരിയെ വെറുക്കാൻ തോന്നിയിട്ടില്ല. കുഞ്ഞുനാൾ തൊട്ടുള്ള കൂട്ടാണ്. രജനിയുടെ ഭർത്താവ് 2 വർഷം മുമ്പ് അവൾ ഉപേക്ഷിച്ച് വേറെ പെണ്ണുമായി നാട് വിട്ടു. പിന്നെ അവൾക്ക് സകലരോടും വെറുപ്പായിരുന്നു. പണം സമ്പാദിക്കണം, അതൊരു വാശിയായിരുന്നു. എന്തായിരുന്നു ഇന്നത്തെ കോള്? പാല് തിളപ്പിക്കുന്നതിൽ അമ്മ ചോദിച്ചു. അത് വിട്ട കേസാ, ഒരു സർക്കിളാണ് അങ്ങേര്. പോലീസുകാരായിട്ടൊന്നും ശരിയാവില്ല. കാര്യം കഴിഞ്ഞാൽ പിന്നെ കാശ് തരില്ല. നീ പോണ്ട, ഞാൻ പോയാലോ? പാല് തണുപ്പിക്കാൻ വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. അവളുടെ മുഖം കല്ലിച്ചിരുന്നു. രജനി ഞെട്ടിപ്പോയി. നീ എന്തടി പറയുന്നേ? അതൊന്നും വേണ്ട കേട്ടോ, ഞാനോ ഇങ്ങനെയായി. നീ പറഞ്ഞ രജനി ശരി. പണമാണ് ലോകത്തെ ഏറ്റവും വലിയ സാധനം. അതുണ്ടെങ്കിൽ മാന്യതയും അന്തസ്സൊക്കെ വരും. എൻ്റെ കുഞ്ഞിന് പാല് മേടിക്കാൻ ചോദിച്ചിരുന്ന അമ്മ എന്തെല്ലാം എന്നെ പറഞ്ഞു. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എന്നോട് അവരെങ്ങനെ പെരുമാറുമോ? ഇനി അമ്മ പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ് രജനി. നാണം കിട്ടും, ഞാൻ പൈസ ഉണ്ടാക്കും. അവളുടെ കണ്ണുകൾ നിർജ്ജീവമായിരുന്നു. രജനി എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മു പിന്മാറിയില്ല. ഒരാൾ കൂടി അഴുക്കു ചാനലിലേക്ക്. രജനിക്ക് ചങ്ക് പൊട്ടി. അങ്ങനെ അന്ന് ഉച്ചയോടെ ആ സർക്കിൾ ഇൻസ്പെക്ടറെ കാണാനായി കുഞ്ഞിനെ രജനി ഏൽപ്പിച്ച് ഹോട്ടൽ റൂമിലേക്ക് അമ്മു പുറപ്പെട്ടു. അവൾ പോകുന്നേരവും രജനി തടഞ്ഞിരുന്നു. അമ്മുവിൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു. പക്ഷേ എത്രയൊക്കെ ധൈര്യം സംഭരിച്ചിട്ടും ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്നതും അമ്മുവിൻ്റെ കാലുകൾ പതറി. പെട്ടെന്ന് ചെല്ല്, 3rd ഫ്ലോറിൽ 203. റിസപ്ഷൻ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ വഷളശ്ശേരിയോടെ പറഞ്ഞു. അമ്മു സ്റ്റെപ്പുകൾ കയറി. തൻ്റെ കാലുകൾക്ക് ബലമില്ലെന്ന് അവൾക്ക് തോന്നി. 203 മുമ്പിലെത്തി അവൾ പകച്ചു നിന്നു. പിന്നെ ഡോർ ബെൽ അമർത്തി. കയറിപ്പോര്. അകത്തുനിന്ന് ഗാംഭീര്യം നിറഞ്ഞ സ്വരം കേട്ടു. അമ്മു അകത്തേക്ക് കയറി. മനോഹരമായ ഡബിൾ റൂം, AC-യുടെ തണുപ്പ്. അവൾ പതറിയ മിഴികളോടെ ചുറ്റും നോക്കിയപ്പോൾ കണ്ടു. ജനൽ കൂടി പുറത്തേക്ക് നോക്കി നിന്നാൾ മെല്ലെ തിരിയുന്നു. 6 അടി ഉയരമുള്ളൊരു ബലിഷ്ഠകായൻ. അയാൾ നടന്നു വന്ന് അമ്മുവിൻ്റെ ചുമലിൽ കൈവച്ച് വെട്ടിയിട്ട കടവാഴ പോലെ അമ്മു താഴെ കൂർന്നു. താഴെ വീഴും മുമ്പ് അയാളുടെ കരങ്ങൾ അവളെ താങ്ങി. മുഖത്തേക്ക് തണുത്ത വെള്ളത്തുള്ളികൾ പതിച്ചപ്പോഴാണ് അമ്മു കണ്ണുകൾ തുറന്ന്. കണ്ണുകൾക്ക് മുമ്പിൽ അല്പം മുമ്പ് കണ്ട ആ മുഖം. രജനി പറഞ്ഞ പോലീസുകാരൻ. താൻ ഓക്കെ അല്ലേ? അയാൾ തിരക്കി. അമ്മു ചാടി എണീറ്റ് അല്പം മാറി നിന്നു. അയാൾ പുഞ്ചിരിച്ചു. ഞാൻ അലക്സി ഡേവിഡ്, ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടറാ. അമ്മു മിണ്ടിയില്ല. നിന്റെ പേരെന്താ? അമ്മു. വെറിയലോട് അവൾ പറഞ്ഞു. അയാൾ അവൾ ആകെ നോക്കി. വെളുത്ത് മെലിഞ്ഞൊരു പെണ്ണ്. നീണ്ട മുടി പിന്നിൽ മെടഞ്ഞിട്ടിരിക്കുന്നു. നിറമങ്ങിയൊരു ചുരിദാറാണ് വേഷം. മുഖത്ത് ചമയങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരാകർഷണീയതയുണ്ട്. നീ ഇങ്ങനെ ആദ്യമായിട്ടാണല്ലേ? അലക്സി ചോദിച്ചു. അമ്മ അയാളെ ദയനീയമായി നോക്കി. ഞാനും അങ്ങനെ തന്നെയാ. അയാൾ ചിരിച്ചു. ഏതായാലും നീ വാ, ഇനി ഇവിടെ നിൽക്കണ്ട. അലക്സി അവളെ നോക്കി ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മു മനസ്സിലാവാത്ത ഭാഗത്തിൽ അദ്ദേഹത്തെ നോക്കി. ഞാനിനി നിന്റെ ദേഹത്തോട്ട് ഇനി നീ കുഴഞ്ഞു വീഴണ്ട. ചെറുചിരിയോടെ പറഞ്ഞിട്ട് അദ്ദേഹം അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടനാളിലൂടെ മുന്നോട്ട് നടന്നു. പാർക്കിംഗ് ഏരിയയിൽ വന്ന് തൻ്റെ താർ ജീപ്പിന് ഡോർ തുറന്നുകൊണ്ട് അവളോട് കയറാൻ പറഞ്ഞു. എന്തിനെന്നറിയാതെ അമ്മു ഒരു മാത്രം സംശയിച്ച് നിന്നു. ഹാ, കയറി പെണ്ണങ്ങട്. അതോടെ അമ്മു വണ്ടിയിലേക്ക് കയറി. വണ്ടി കുറച്ചു ദൂരം മുമ്പോട്ട് പോയിട്ട് ഒരു വലിയ റെസ്റ്റോറൻറ്റ് മുമ്പിലായി ചെന്ന് നിന്നു. അലക്സി ഇറങ്ങി. ഒന്ന് സംശയിച്ച അമ്മു. റെസ്റ്റോറൻറ്റ് ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോഴും അമ്മുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അമ്മു, എന്തോ ഒന്നും ഉണ്ടായിരിക്കുന്നത്? എനിക്ക് നിന്നെ പറ്റി എല്ലാം അറിയണമെന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കണം. അതിന് അമ്മു ഒന്ന് തലയാട്ടിയതേയുള്ളൂ. ആഹാരം കഴിക്കുമ്പോഴും അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അലക്സി അത് കണ്ടെങ്കിലും കണ്ടതായി ഭാവിച്ചില്ല. ആഹാരം കഴിച്ചതിന് ശേഷം അവർ ഇരുവരും ബീച്ചിലേക്കാണ് പോയത്. ഇനി പറയുമോ നിന്റെ കാര്യങ്ങളൊക്കെ? കടലിന് അഭിമുഖമായി കാറ്റേറ്റ് നിൽക്കുമ്പോൾ അലക്സി പറഞ്ഞു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അമ്മ ഒന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വളരെ ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞും ഒരു കുഞ്ഞായപ്പോൾ തൊട്ടുള്ള ഭർത്താവിൻ്റെ മാറ്റങ്ങളും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ഭർത്തൃ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും സ്വന്തം വീട്ടുകാരുടെ അവഗണനയുമെല്ലാം. പറയുന്നതിനിടയിൽ അവൾക്ക് പലതവണ കരച്ചിൽ പൊട്ടി. അതോടെ അലക്സി പറഞ്ഞു. തൻ്റെ സൊസൈറ്റി ലേഡിയായ ഭാര്യയെപ്പറ്റി, അവളുടെ അവിഹിത ബന്ധങ്ങളെപ്പറ്റി. ഒരു മകളുള്ള പോലും തൻ്റെ അല്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഈ 38 വയസ്സിനിടയിൽ അനുഭവിക്കാനൊന്നുമില്ല. അമ്മുവിന് ആകെ അമ്പരപ്പായിരുന്നു. മനുഷ്യർക്ക് എന്തെല്ലാം തരത്തിലാണ് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്.
ഒട്ടുനേരം അവർക്കിടയിൽ മൗനം കനം വെച്ച് വന്നു. അമ്മു, ഇനിയും നിനക്ക് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവില്ല. എന്തിനും ഞാനുണ്ട്. മൗനത്തിന് ശേഷം അലക്സി അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിറഞ്ഞ മിഴികൾ അദ്ദേഹം കാണാതെ തിരിച്ചു നിന്നേയുള്ളൂ അവൾ. അവളെ തിരികെ കൊണ്ടുവിടുമ്പോൾ അലക്സി ഒരു കവർ അവളെ ഏൽപ്പിച്ചു. അത് വാങ്ങാതെ എന്താണെന്ന അർത്ഥത്തിൽ അമ്മു അയാളെ നോക്കി. ഇത് കുറച്ച് പൈസയാണ് അമ്മു, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. അയ്യോ വേണ്ട. അമ്മു പിന്നിലേക്ക് മാറി. അത് പോരാ, ഇരിക്കട്ടെ. അലക്സി അമ്മുവിൻ്റെ കയ്യിലേക്ക് അത് ബലമായി പിടിച്ചു വെച്ചു. എന്തു പറയണമെന്നറിയാതെ അവൾ അങ്ങനെ നിന്നതേയുള്ളൂ. ഇന്ന് വീട്ടിലെത്തുമ്പോഴും രജനിയോട് ഇതേപ്പറ്റി പറയുമ്പോഴും മിഴിഞ്ഞ കണ്ണുകളോട് അവൾ അത് കേട്ടിരുന്നതേയുള്ളൂ. ഇതാ അമ്മു, ഞാൻ നിന്നോട് പറഞ്ഞു, നിന്നെ നശിക്കാൻ ഈശ്വരൻ അനുവദിക്കില്ല. അത് ശരിവെക്കുമ്പോൾ അമ്മു പുഞ്ചിരിച്ചതേയുള്ളൂ. പിറ്റേ ദിവസം അമ്മുവിനെ തേടി അവളുടെ ഫോണിലേക്ക് ഒരു കോളെത്തി. കോള് വന്നപ്പോഴേ അത് അദ്ദേഹമാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അല്ലാതെ തന്നെ ആര് വിളിക്കാൻ? അമ്മു. ഫോൺ ചെവിയിലേക്ക് വെച്ചപ്പോൾ സ്നേഹം നിറഞ്ഞ സ്വരം കേട്ടു. ഞാൻ എന്തിനാണ് വിളിച്ചത് എനിക്കറിയോ? നിന്നെ ഞാൻ പുതിയൊരു കോഴ്സിന് ചേർത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഫാഷൻ ഡിസൈനിങ്. 6 മാസം കൊണ്ട് നിനക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടും. അത് കഴിഞ്ഞ് നല്ലൊരു കമ്പനിയിൽ ഞാനൊരു ജോലി റെഡി ആയി തരാം. നാളെ മുതൽ അതിന് പോകണം നീ. സന്തോഷം കൊണ്ട് അമ്മുവിനെ എന്ത് പറയണമെന്ന് അറിയാതെയായി. പോവാം, അവൾ അത്രയേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് അവൾ കരഞ്ഞുപോയി. എന്താണ് അമ്മു ഇത്? എപ്പോൾ നോക്കിയാലും നിനക്ക് ഈ കരച്ചിൽ മാത്രമേ ഉള്ളൂ? അദ്ദേഹത്തിൻ്റെ സ്വരം ഗൗരവത്തിലായതും അമ്മുവിൻ്റെ കരച്ചിൽ സ്വിച്ചിട്ട പോലെ നിന്നു. പിറ്റേ ദിവസം മുതൽ മോളെ രജനിയുടെ അടുത്ത് ഏൽപ്പിച്ച് അമ്മു ക്ലാസ്സിന് പോയി തുടങ്ങി. അതോടെ സുശീലക്ക് മകളോട് ദേഷ്യം ഇരട്ടിച്ച്. 10 പൈസക്ക് തെണ്ടിയാണെന്നവളാ ഇപ്പോൾ പാച്ചാൻ പോകുന്നു. ഇതിനൊക്കെ എവിടുന്നാണ് ഈ കാശ്? അവർ കറുത്ത മുഖത്തോടെ അവളെ നോക്കി. പഠിക്കാൻ വിട്ടപ്പോൾ പഠിച്ചില്ല, ഇനി ഇപ്പോഴോ? എന്തായാലും ഞാനിനി അമ്മയോട് ഇറക്കാൻ വരില്ല, അമ്മു ധൈര്യത്തോടെ പറഞ്ഞു. ഓ, ആ രജനിയെ കണ്ടോണ്ടായിരിക്കില്ല. എന്നാൽ പിന്നെ ഇവിടെ താമസിക്കുന്ന എന്തിനാ? ഇറങ്ങി പൊക്കൂടെ? തോന്നുന്ന പോലെ ഇവിടെ കഴിയാൻ പറ്റില്ല. ഇവിടെ വേറെ കൊച്ചുകൂടിയുണ്ട്. അമ്മു. പെട്ടെന്നാണ് രജനി മുറ്റത്തരികിലെ വേലിക്കലേക്ക് വന്ന്. എന്താടി? സുശീല പുറത്തേക്ക് പാഞ്ഞു വന്നു. നിന്റെ പണിയൊക്കെ നീ ഇവിടെ കൂടി പഠിപ്പിച്ചു കൊടുത്തോ. മനുഷ്യരോട് മാനം മര്യാദയ്ക്ക് ജീവിക്കാനുള്ളതാ. ദേ തളേ, രജനിക്ക് മൊത്തത്തിൽ പറഞ്ഞു. എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. അമ്മുവിന് ഒരു സൗകര്യം കൊടുക്കൂല നിങ്ങൾ. അതുപോലെ തന്നെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ, നിങ്ങളുടെ ചെലവിലല്ല ഞാനും കഴിയുന്നു. അമ്മു. രജനി അവളെ നോക്കി. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. നീ വരുന്ന ഈ മോളെയും കൊണ്ട് ഇങ്ങോട്ട് പോര്. അവിടെ നിന്നോട് കുത്തുവാക്ക് പറയാൻ ആരും വരില്ല. ഞാനും വരുന്നേടി. ഇനിയെങ്കിലും എനിക്ക് മനുഷ്യരെ പോലെ ജീവിക്കണം. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. തൻ്റെയും കുഞ്ഞിൻ്റെയും സാധനങ്ങൾ മൊത്തം ഒരു ബാഗിലും ബിഗ് ഷോപ്പിലായിട്ട് ഇറങ്ങി വന്നു. ഓടി പോ, അവളുടെ കൂടെ അഴിഞ്ഞാടി കിടക്ക്. നീ ഒരിക്കലും നന്നാവില്ലടി, മുടിഞ്ഞു പോവും. സുശീലയുടെ പ്രാക്ക് പിന്നിൽ ഉയർന്നു കേട്ടു. അമ്മു തിരിഞ്ഞു നോക്കിയില്ല. വാ മോളെ, ആൻ്റെ പൊന്നും കൂടം. രജനി ആമിമോളെ കയ്യിലേക്ക് വാങ്ങി. അലക്സിയുടെ ഫ്രണ്ടായ റോയിയുടെ ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്. ദിവസങ്ങൾ മുന്നോട്ട് പോകവേ റോയ്ക്കും ഭാര്യ സൂസനും അമ്മുവിനോട് വലിയ കാര്യമായി. അവരുടെ ഊർജ്ജസ്വലതയും ചുറുചുറുക്കും ഏവരെയും ആകർഷിക്കുന്നതായിരുന്നു. 6 മാസം കൊണ്ട് അമ്മുവും അലക്സിയും വളരെ അടുത്തു. പക്ഷെ അവർക്കിടയിൽ സ്നേഹമെന്നല്ലാതെ മറ്റൊരു വികാരവും കടന്നു വന്നില്ല. അമ്മു പറഞ്ഞില്ലെങ്കിൽ കൂടി അവളുടെ എല്ലാ കാര്യവും അദ്ദേഹം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തിരുന്നു. കോഴ്സ് പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്ക് ശേഷം അലക്സി തന്റെ മറ്റൊരു സുഹൃത്തിന്റെ കമ്പനിയിൽ ജോലി ശരിയാക്കി കൊടുത്തു അമ്മുവിന്. അതോടെ അവളുടെ ജീവിതമാകെ മാറി മറിഞ്ഞു. അതുവരെ ഒരു 100 രൂപക്ക് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്ന അമ്മു ശമ്പളക്കാരിയായി. അതുകൊണ്ടൊന്നും പിന്മാറാൻ അലക്സി തയ്യാറായില്ല. നല്ല മാർക്കോടെ +2 ജയിച്ച അവളെ ഡിഗ്രിക്ക് അദ്ദേഹം പ്രൈവറ്റായി ചേർത്തു. അങ്ങനെ ജോലിയും പഠനവുമായി അമ്മുവിൻ്റെ ജീവിതം പച്ചപിടിച്ച് മുൻപോട്ട് പോയി. അതിനിടയിൽ അവൾ രജനിയെ മറന്നില്ല. അലക്സിയോട് പറഞ്ഞ് രജനിയെ ഗൾഫിൽ വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യിച്ചു. അങ്ങനെ രജനിയും ഗൾഫിലേക്ക് പറന്നു. രജനിയുടെ അമ്മ സരസുവിൻ്റെ സംരക്ഷണ ചുമതല അമ്മു ഏറ്റെടുത്തു. അമ്മ അവർക്ക് മകൾ തന്നെ ആയിരുന്നു. അമ്മു ജോലിക്ക് പോകുമ്പോൾ ആമിമോൾ അവരാണ് നോക്കുന്നത്. ജീവിതം അങ്ങനെ സ്വച്ഛമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മുവിനെ കാണാനായി അവൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ ഒരു സ്ത്രീ എത്തിയത്. അലക്സി ഡേവിഡിൻ്റെ ഭാര്യ റോസ്മേരി ആയിരുന്നു അത്. തിരക്കുകളൊന്ന് കഴിഞ്ഞ ശേഷം അമ്മ ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന ലിനി ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് അവളൊന്ന് അറിയിച്ചു. അമ്മു ആരാണെന്നുള്ള ആകാംക്ഷയിൽ തൻ്റെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് വന്നു. പീകോക്ക് ബ്ലൂ കളറിലെ ഷിഫോൺ സാരി ഉടുത്ത് മുടി ചുമലിനൊപ്പം വെച്ച് മുറിച്ച് മുഖത്ത് കടുത്ത ചായങ്ങൾ തേച്ച് ചുണ്ട് ചുവപ്പിച്ച ഒരു ലേഡിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അത് അലക്സിയുടെ ഭാര്യ റോസ്മേരിയാണെന്ന് അമ്മുവിന് മനസ്സിലായി. അമ്മുവിനെ കണ്ടത് അവരുടെ മുഖം വല്ലാതെ ചുളിഞ്ഞു. നീയാണോടി അമ്മു? ദേഷ്യപ്പെട്ട് അവർ ചാടിണീറ്റുകൊണ്ട് ചോദിച്ചു. അതേ എന്നർത്ഥത്തിൽ അമ്മു തല ചലിപ്പിച്ചു. അടുത്ത നിമിഷം ആ സ്ത്രീ പാഞ്ഞു വന്ന് അമ്മുവിൻ്റെ കരണത്ത് ഒറ്റയടിയായിരുന്നു. ഒരു നിമിഷം തൻ്റെ ചെവി അടച്ചു പോയെന്ന് അവൾക്ക് തോന്നി. അമ്മു പേടിച്ച് മുഖമുയർത്തുമ്പോഴും ആ സ്ത്രീ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. നശിച്ചവളെ, നിനക്ക് കൂടെ കിടക്കാൻ എൻ്റെ കെട്ടിയോൻ തന്നെ വേണോ? ഇടി വേണോന്ന് ആ സ്ത്രീ അമ്മുവിനെ തലങ്ങും വിലങ്ങും തള്ളി. റോസ്മേരി, അവളെ വിടാൻ.
അമ്മുവിൻ്റെ കമ്പനിയുടെ ഓണർ ജോർജിൻ്റെ ഭാര്യ മറിയം അത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് ഓടി വന്നത്. മറിയം ഓടി വന്ന് അവർക്കിടയിലേക്ക് കയറി. ഭ്രാന്ത് കാണിക്കരുത് റോസ്മേരി, അതും എൻ്റെ സ്ഥാപനത്തിൽ വന്നിട്ട്. മറിയ റോസ്മേരിയുടെ നേരെ ശക്തമായി കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നിന്റെ ഒരു സ്ഥാപനം, ഇതുമാതിരി വേശികൾക്ക് വെച്ചിട്ടാണോ നീ ഈ സ്ഥാപനം നടത്തുന്നത്? റോസ്മേരി ചോദിച്ചതും മറിയത്തിൻ്റെ കൈ ഉയർന്ന് താഴ്ന്ന് അമ്മ കണ്ടു. മറിയമാൻ്റെ റോസ്മേരി അടിച്ചെന്ന് പിന്നീടാണ് അമ്മുവിന് മനസ്സിലായത്. ഇറങ്ങിടി അങ്ങോട്ട്. മറിയ റോസ്മേരിക്ക് നേരെ കൈ ചൂണ്ടി. എൻ്റെ സ്ഥാപനത്തിൽ വന്ന എൻ്റെ സ്റ്റാഫിനെ തല്ലാൻ മാത്രം വളർന്നോ നീ ഇവളെ തല്ലിയ കാര്യം അലക്സി അറിഞ്ഞാ എന്താവും നിനക്കറിയോ? നീ കരുതുന്ന പോലെ ഈ കൊച്ചു അലക്സി തമ്മിൽ ഒന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരെ നിയന്ത്രിക്കാൻ നീ ആരടി? നിന്റെ കാര്യങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മറിയോ അച്ചുയർത്തിയതും ഇനി അവിടെ നിൽക്കുന്ന പന്തിയിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് റോസ്മേരി പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറി ഡോറ് വലിച്ചടച്ച്. ആ കാറ് പൊടി പറത്തി പാഞ്ഞു പോയതും അമ്മ ഒരു കരച്ചിലോടെ നിലത്തേക്കിരുന്നു. അമ്മു സാരല്ല മോളെ, കരയണ്ട, അവളിങ്ങനെ ടൈപ്പാ. മറിയ ആൻറ്റി അടുത്തിരുന്ന അമ്മുവിനെ ചേർത്ത് പിടിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും തീർന്നില്ല. 1 മണിക്കൂറിനുള്ളിൽ അലക്സി അവിടേക്ക് ഇരച്ചെത്തി. സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് തൻ്റെ ക്യാബിനിൽ ടേബിളിലേക്ക് തലവെച്ചെടുക്കായിരുന്നു അമ്മു എന്താ മോൾ ഇവിടെ നടന്ന്? അവൾ വന്ന് നിന്നെ തല്ലിയല്ലേ? അലക്സി ക്യാബിൻ തള്ളി തുറന്നു വന്ന അമ്മുവിനരികിലേക്ക് കുനിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒരു കരച്ചിലോടെ അമ്മു ഇരുകൈകളും അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് ചുറ്റിപ്പിടിച്ച് ഏങ്ങലടിച്ചു. അവിടെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അലക്സി മനസ്സിൽ ചില കണക്കൂട്ടലുകൾ നടത്തുകയായിരുന്നു. അലക്സി, നിന്റെ ഭാര്യ ചെയ്ത് ശരിയായില്ല. വിസ്കി നിറച്ച ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബുകൾ പെറുക്കിയിട്ടുണ്ട് ജോർജ് അലക്സിയെ നോക്കി. ജോർജിന്റെ വീടിന്റെ ടെറസിലായിരുന്നു രണ്ടുപേരും. ആകാശത്തെ നക്ഷത്രങ്ങളിലേക്ക് കണ്ണുനട്ട് കസേരയിൽ മറന്നു കിടന്ന് അലക്സി തലതിരിച്ച് ജോർജിനെ നോക്കി. റോസ്മേരി വന്ന അമ്മുവിനെ തല്ലിയ കാര്യമാണ് ജോർജ് പറഞ്ഞു വരുന്നെന്ന് അലക്സിക്ക് മനസ്സിലായി. നിന്റെ ഭാര്യ എന്നിങ്ങനെ എടുത്തു പറയേണ്ട ജോർജ്. എൻ്റെ മനസ്സിൽ അവൾക്കൊരു വേലക്കാരിയുടെ സ്ഥാനം പോലും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ അമ്മുവിനെ നടിച്ചോടുകൂടി അവളെനിക്ക് ആരും അല്ലാതായി. ഞാൻ കാരണം ആ പാവം പെൺകൊച്ചും നാണുകെട്ടലെന്ന് മാത്രമേ ഉള്ളൂ. അലക്സി, നീ റോസ്മേരി ഒത്തുപോയില്ലെങ്കിൽ ഡിവോഴ്സ് നേടിക്കൂടെ? എന്നിട്ട് അമ്മുവിനെ നിനക്ക് വിവാഹം കഴിക്കാമല്ലോ. റോസ്മേരി ഞാൻ ഒത്തുപോയില്ല, അതെല്ലാവർക്കും അറിയാം ജോർജ്. പക്ഷെ അമ്മുവിനെ വിവാഹം കഴിക്കുന്ന കാര്യം, അതാണ് പ്രശ്നം. എന്തു പ്രശ്നം? വിസ്കി നിറച്ച ഗ്ലാസ് അലക്സിക്ക് എടുത്ത് കൊടുത്തുകൊണ്ട് ജോർജ് അയാൾക്കരികിലായി വന്നിരുന്നു. അവൾ കൊച്ചു വേണമല്ലോ ജോർജ്. നേരത്തെ കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായിരുന്നേ ഉള്ളൂ. അവൾക്ക് 20 വയസ്സല്ലേ ഉള്ളൂ. എനിക്ക് 38. 18 വയസ്സിൻ്റെ ഡിഫറൻസ്. ഇനിയും മുന്നോട്ട് ഒരുപാട് ഭാവിയുള്ള കുട്ടിയാണ് അവൾ. കല്യാണം കഴിച്ച് അവൾക്ക് നല്ല പ്രായത്തുമ്പോൾ ഞാൻ കിളവനാവും. അലക്സി തൻ്റെ ആശങ്ക മറച്ചു വെച്ചില്ല. കൊള്ളാടാ, ഇത് വല്ലാത്ത കോംപ്ലക്സാ. പക്ഷെ നീ ഒന്നോർക്കണം, അമ്മ ഇല്ലാതെ ഒരു നിമിഷത്തെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? ആ കൊച്ചിനും നിന്നോട് അതുപോലെയല്ലേ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിലൊരു പ്രണയമല്ലേ ജോർജ്? വിളിച്ചുകൊണ്ട് അലക്സി പതിയെ എഴുന്നേറ്റു. അതിനെ പ്രണയം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ജോർജ്. പ്രണയം 2 വ്യക്തികൾ തമ്മിലാണ് ഉണ്ടാവേണ്ടത്. ഞങ്ങൾ 2 അല്ല ജോർജ്, 1. അലക്സിയുടെ ആ വാക്കിൽ നിന്ന് അവൻ അവളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ജോർജിന് മനസ്സിലായി. പിന്നെ എന്താ അലക്സി നിന്റെ പ്ലാന്? പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ജോർജ്. അവൾ എനിക്ക് ഒരുപാട് പഠിപ്പിക്കണം, എന്നെ പോലെ, അല്ലെങ്കിൽ എന്നേക്കാൾ വലിയൊരു പോലീസ് ഓഫീസർ ആക്കണം. പ്രായവും പക്വതയും കുറച്ചുകൂടി ആയി കഴിയുമ്പോൾ ഞാൻ വേണമെന്ന് അവൾക്ക് തോന്നി. അന്ന് ഞാൻ അവളെ എൻ്റേതാക്കും. നീ പറഞ്ഞ സത്യമാണ് ജോർജ്. അവളില്ലാതെ എനിക്ക് പറ്റില്ല. ഓക്കെ, ശരിയാവൂടോ. ജോർജ് ആന്റണിയുടെ ചുമൽ മൃദുവായി തലോടി. ആ പ്രശ്നം അങ്ങനെ അവസാനിച്ചെങ്കിലും റോസ്മേരി അടങ്ങിയിരുന്നില്ല. അമ്മുവിനെ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കാൻ, അസഭ്യം പറയാൻ ആരംഭിച്ചു. അതിന് അലക്സിയുടെ കയ്യിൽ നിന്ന് റോസ്മേരി കണക്കിന് വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതോടെ അലക്സി മറ്റു ചില കാര്യങ്ങൾ തീരുമാനിച്ചു. തലസ്ഥാന നഗരിയിലെ ഏറ്റവും വലിയൊരു കമ്പനിയിൽ തന്നെ അമ്മുവിന് ജോലി ശരിയാക്കി. വിവരമറിഞ്ഞ അമ്മുവിന് സന്തോഷത്തേക്കാൾ സങ്കടമാണ് ഉണ്ടായത്. ഇവിടെ ആകുമ്പോൾ എനിക്ക് ഇച്ചായനെ കാണാമല്ലോ, അത്രയും ദൂരൊക്കെ പോയാൽ ഞാൻ എങ്ങനെ കാണും? അതായിരുന്നു അവളുടെ സങ്കടം. സാറിൻ്റെ മോളെ, അച്ചായന് നിന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാമല്ലോ. നിന്നെ മാറ്റി നിർത്തുന്നതിൽ 2 ഉദ്ദേശമുണ്ട്. 1, അവിടെ ഇടയ്ക്കിടെ ഇവിടെ വന്ന് നിന്നെ ചീത്ത വിളിക്കുന്ന ഒഴിവാക്കാം. 2, നിനക്ക് ഇവിടെ നിന്ന പഠിത്തം കുഴപ്പമാവും. അവിടെ ആകുമ്പോൾ സമാധാനമായിട്ട് പഠിക്കാം. അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞെങ്കിലും അവളേക്കാൾ അധികം സങ്കടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. തൻ്റെ മുഖത്തൊരു വിഷമഭാവം വന്നാൽ അവൾ ഇവിടുന്ന് പോവില്ലെന്ന് അലക്സിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ പോവാനുള്ള ഒരുക്കങ്ങളെല്ലാം റെഡിയായി. ജോർജ് സാറിനോടും മറിയാൻറ്റിയോടും തൻ്റെ കൂട്ടുകാരോടൊക്കെ യാത്ര പറയാൻ വന്നതായിരുന്നു അവൾ ഓഫീസിലെത്തുമ്പോൾ അലക്സിയോട് ജോർജിനോട് സംസാരിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ആ, അമ്മു വന്നല്ലോ, വാ മോളെ ഇരിക്കേ. മറിയാൻറ്റി അവളെ സ്നേഹത്തോടെ വിളിച്ച്. അമ്മു അവർക്കരികിലായി വന്നിരുന്നു. നീ പോകുന്നതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നീ സന്തോഷമായിട്ട് പോയി വാ. അമ്മ അതിനെന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴാണ് അലക്സിൻ്റെ ഫോൺ ശബ്ദിച്ചത്. ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്ത അലക്സിയുടെ മുഖത്ത് പല ഭാവങ്ങളും മിന്നിമറയുന്നു. മുഖം വലിഞ്ഞു മുറുകുന്നു അവരെല്ലാവരും കണ്ടു. അമ്മു, വാ മോളെ, ഒരിടം വരെ പോവാം നമുക്ക്.
അലക്സി എഴുന്നേറ്റുകൊണ്ട് അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചു. എന്താടാ കാര്യം? എന്തായാലും പറഞ്ഞിട്ട് പോ. ജോർജ് സാർ ആകാംക്ഷയോടെ എഴുന്നേറ്റു. എല്ലാം വന്നിട്ട് പറയാം ജോർജ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലക്സി മുമ്പോട്ട് നടന്നു. പിന്നാലെ അമ്മു. കയറ് മോളെ. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അലക്സി അവളോട് പറഞ്ഞു. എങ്ങോട്ടാണെന്ന് ചോദിച്ചില്ല. അമ്മുവും കയറി. ഒന്ന് പറയിച്ചായ എങ്ങോട്ട് നമ്മൾ പോകുന്നത്? ബുള്ളറ്റ് കുറെ മുമ്പോട്ട് പോയപ്പോൾ ആകാംക്ഷയോട് അമ്മു തിരക്കി. അലക്സി ഡേവിഡ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇരുവർക്കുമിടയിൽ മൗനം കനം വെച്ച് വന്നു. അല്പനേരത്തിന് ശേഷം അലക്സി സംസാരിക്കാൻ ആരംഭിച്ചു. അവൾ റോസ്മേരി പിന്നെ അവിടെ കാമുവിനൊന്ന് വീട്ടിലുണ്ട്. രണ്ടിനെയും കൈയോടെ പിടിക്കണം. നിന്നെ കുറെ കുറ്റം പറഞ്ഞല്ലേ, ഇന്ന് അവിടെ മുഖത്ത് നോക്കി നിനക്ക് രണ്ടെണ്ണം പറയാം. വഴക്കൊന്നും ഉണ്ടാക്കല്ലേ കേട്ടോ ചായ? അമ്മു അദ്ദേഹത്തെ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് അലക്സി മറുപടിയൊന്നും പറഞ്ഞില്ല. ഇരുവശവും റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ പോയിന്റ് എത്തിയപ്പോൾ ആന്റണി ബുള്ളറ്റോട് നിർത്തി. എന്നെ ചായ വണ്ടി നിർത്തിയത്? ആകാംക്ഷയോട് ചോദിച്ചുകൊണ്ട് അമ്മു ഇറങ്ങി. വാ. ബുള്ളറ്റ് അവിടെ വെച്ചിട്ട് അലക്സി അമ്മുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അകത്തുള്ളവൻ ആരാണെങ്കിലും കൈയോട് പിടിക്കണം. ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടാ അവൻ എസ്കേപ്പ് ആവും. അച്ചായനെങ്ങനെ അറിഞ്ഞ് അയാളുണ്ടെന്ന്? ഇച്ചാനൊരു പോലീസുകാരനല്ലേടി, അതൊരു CI. ഇവളെ പറ്റി പലരും പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ തെളിവോടെ കണ്ടിട്ടില്ല. ഇന്ന് അതിന് അവസരം ഉണ്ടാക്കിയിരിക്കുന്നു. ചേച്ചി എന്താ അച്ഛാ ഇങ്ങനെ ആയിപ്പോയത്? അച്ചായനെ പോലെ ഇത്രയും നല്ലൊരു ഭർത്താവ് ഉണ്ടായിട്ടും. അമ്മു വിഷമത്തോടെ നിർത്തി. എന്റെ ചത്തുപോയ തന്റെ ഡേവിന്റെ സൂക്കേണ്ട് കെട്ടിയെടുത്താ ഈ മുതലിനെ. അലക്സിയുടെ പല്ലും ഞെരിഞ്ഞു. അപ്പന്റെ മുതലാളി ദാവീദിന്റെ മോളായിരുന്നു ഈ റോസ്മേരി. ബാംഗ്ലൂർ ഹോം സയൻസ് പഠിക്കാൻ പോയ റോസ് തിരിച്ചു വരുന്ന 2 മാസം ഗർഭം കൂടി ഉണ്ടാക്കിയിട്ടാ കാമുകം കൈയൊഴിഞ്ഞു. പിന്നെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടണ്ടേ? ദാവീദ് മുതലാളി എൻ്റെ അപ്പനോട് ചോദിച്ചു മോളെ അലക്സി സ്വീകരിക്കുമെന്ന്. വെറുതെ അല്ല, ഇട്ടുമൂടാൻ സ്വത്ത് ഓഫർ വെച്ചപ്പോ എന്റെ തന്ത സമ്മതിച്ചു. അവളെ വിവാഹം കഴിക്കുമ്പോഴും ഞാൻ ഓർത്ത് ഒരബദ്ധം പറ്റിയ പെണ്ണായതുകൊണ്ട് ഇനിയുള്ള കാലം പക്വതയോടെ കഴിയുന്ന. പക്ഷെ അവൾക്ക് അഴിഞ്ഞാടാനുള്ള ലൈസൻസ് ആയിരുന്നു ആ മാരേജ്. അതോടെ എൻ്റെ ജീവിതം ഇങ്ങനെയായി. ഇരുവരും മുന്നോട്ട് നടന്നു. പിന്നെ അമ്മൊന്നും ചോദിച്ചില്ല. ശബ്ദമുണ്ടാക്കാതെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി. പോർച്ചിൽ പരിചയമില്ലാത്തൊരു ബൈക്കുണ്ടായിരുന്നു. അലക്സി പെട്ടെന്ന് അമ്മുവിനെ വീടിന് വശത്തായി നിലനിൽക്കുന്ന ചെടികൾക്കിടയിലേക്ക് മാറ്റി നിർത്തി. നീ തൽക്കാലം ഇവിടെ നിൽക്ക്. ഇറങ്ങി വരുന്നവൻ ആരാണെങ്കിലും നിന്നെ കാണേണ്ട. ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. അതിനുശേഷം അലക്സി ഡോറിൽ ശക്തിയായി ഇടിച്ച്. അകത്തുള്ളവൻ ആരാണെങ്കിലും പിൻവാതിൽ വഴി രക്ഷപ്പെടുക അസാധ്യമാണ്. പിന്നിൽ വലിയ മതിലാണുള്ളത്. മുൻവാതിൽ വഴി തന്നെ ഇറങ്ങി വരികയെ നിവൃത്തിയുള്ളൂ. വീടിനകത്ത് പരിഭ്രാന്തിയോടെ വസ്ത്രങ്ങൾ ഉലയുന്നു. അടക്കി പിടിച്ച സംസാരവും അലക്സിയുടെ പോലീസ് മൈൻഡ് പിടിച്ചെടുത്തു. 10 നിമിഷങ്ങൾക്ക് ശേഷം ഡോറ് തുറക്കപ്പെട്ടു. വിയർപ്പണിഞ്ഞ വിളറിയ മുഖത്തോടെ റോസ്മേരി. പുറത്ത് അലക്സിയെ കണ്ടതും അവൾ ശരിക്കും ഭയന്നു. റോസ്മേരിയുടെ പിന്നിലായി പേടിച്ചരണ്ട മുഖഭാഗത്തോടെ ഒരു ചെറുപ്പക്കാരനും. ആരടിവൻ? റോസ്മേരി നാവിറങ്ങിയതുപോലെ നിന്നതേയുള്ളൂ. കൊച്ചു പെൺപിള്ളേരെ തോന്നിവാസം പറഞ്ഞിട്ട് നീ കാണിച്ചു വെക്കുന്നത് എന്താടി? മാറില്ലോണ്ട് പറയുക മാത്രമല്ല, റോസ്മേരിയുടെ പിന്നിലായി നിന്ന ചെറുപ്പക്കാരനെ അലക്സി ഒറ്റയടിക്ക് താഴെയിട്ടു. ചെടികൾക്ക് സമീപം നിന്ന് അമ്മ അകത്ത് അടിയും പിടിയും നിലവിളിയും ഒച്ചയും കേട്ടു. അടുത്ത നിമിഷം ജീവൻ വാരിപ്പിടിച്ചുകൊണ്ടിരുത്തും ബൈക്ക് പോലും എടുക്കാതെ ഇറങ്ങി ഓടുന്നു അമ്മ കണ്ടു. അതോടെ അമ്മ മറ്റൊന്നും ചിന്തിക്കാതെ ഓടി അകത്തേക്ക് കയറി. അടികൊണ്ട് ചുമന്ന മുഖത്തോടെ പൂക്കുല പോലെ വിറച്ചേൽക്കുന്ന റോസ്മേരി ആ സമയത്ത് അമ്മുവിനെ കണ്ടതോടെ ആകെ വല്ലാതായി. അമ്മ ഓടിയെത്തുമ്പോൾ അലക്സി റോസ്മേരിയെ വീണ്ടും വീണ്ടും തല്ലുന്ന രംഗമാണ് കണ്ടത്. ഇനി തല്ലിയാൽ അവർ ചത്തുപോയെന്ന് ഉറപ്പായതോടെ അവൾ ഓടി ഇടയിൽ കയറി. മതിച്ചായ, ഇനി തല്ലിയ ചേച്ചി ചത്തുപോകും. നീ ഒന്നങ്ങോട്ട് മാറി നിൽക്കുവോ? ഇവള് നിന്നെ എത്രത്തോളം മോശമായിട്ട് സംസാരിച്ചവളാണെന്നറിയോ? നിനക്ക് വേണമെങ്കിൽ 2 കൊടുത്തോ. ഈ ചാൻസ് ഇപ്പോഴേ കിട്ടൂ. വേണ്ടിച്ചായ, ഇത്രയൊക്കെ മതി. അദ്ദേഹത്തിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അമ്മു. ഓഹോ, ഈ വേശ്യ പറയുന്നത് നിങ്ങൾക്ക് കാര്യമല്ലേ? എൻ്റെ അപ്പൻ്റെ സ്വത്ത് കണ്ടാ നിങ്ങൾ വലിയ ആളായത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ ജീവിക്കും. അത് ചോദ്യം ചെയ്യാൻ ഈ വേശ്യം കൊണ്ട് വന്നേക്കുവാണ് നിങ്ങൾ. ഇറങ്ങടി പുറത്ത്. ആ സമയത്ത് റോസ്മേരി അമ്മുവിന് നേരെ ജ്വലിച്ചു. തൊട്ടടുത്ത നിമിഷം ചങ്കിന് കുറുകെ ഒരു വെട്ടേറ്റതുപോലെ അലക്സി ഒന്ന് ഉലഞ്ഞു. വെട്ടിത്തിരിഞ്ഞു തൻ്റെ വലതുകാർ ഉയർത്തി റോസ്മേരിയുടെ അടിവയറ്റിൽ ഒറ്റ ചവിട്ടായിരുന്നു അലക്സി. റോസ്മേരി വയറ് പൊത്തിപ്പിടിച്ചൊന്ന് പൊളഞ്ഞു. പെട്ടെന്ന് വെട്ടിയിട്ട പോലെ അവർ കോർണർ സിറ്റിക്ക് മേലെ മറിഞ്ഞു വീണു. ഒന്ന് വെട്ടിവിറച്ചതും റോസ്മേരിയുടെ ശരീരം നിശ്ചലമായി. അമ്മു പരിഭ്രാന്തിയോടെ വിളിച്ചു. അലക്സി യാതൊരു തിടുക്കവുമില്ലാതെ റോസ്മേരിയുടെ അടുത്തായി ചെന്ന് മൂക്കിന് മേലെ കൈപ്പടം വെച്ച് നോക്കി. തീർന്നു. ലാഘവത്തോടെ അലക്സി പറഞ്ഞു കേട്ട് അമ്മു ഞെട്ടിത്തരിച്ചു പോയി. അവൾ വിശ്വാസം വരാതെ ഒന്നുകൂടി നോക്കി. പറഞ്ഞ സത്യമാണ്. റോസ്മേരി മരിച്ചിരിക്കുന്നു. തൻ്റെ അച്ചായനൊരു കൊലയാളിയായിരിക്കുന്നു. പകച്ച മിഴികളോടെ അവൾ അങ്ങനെ അനങ്ങാതെ നിന്നു. പിന്നെ അലക്സിയെ വട്ടം കെട്ടിപ്പിടിച്ചു. ചതിച്ചല്ലോ അച്ചായ, എന്നെ പറ്റിയെങ്കിലും അച്ചായനൊന്നും ചിന്തിച്ചില്ലല്ലോ. അമ്മു പൊട്ടിക്കരഞ്ഞു. അലക്സി അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നീ കരയില്ല അമ്മു.
എന്തായാലും റോസ്മേരി മരിച്ചു, ഞാനാ കൊന്ന്. അതിൻ്റെ പേരിൽ നിനക്കൊരു ആപത്തും വന്നുകൂടാ. നീ ഇവിടെ വന്നിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇപ്പം തന്നെ പൊക്കോണം. ഞാൻ പോവില്ല. ഇതുപോലെ സമയത്ത് എൻ്റെ അച്ഛനിവിടെ ഒറ്റക്കായി ഞാൻ പോവില്ല പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുറുകെ പിടിച്ചു. പെട്ടെന്ന് അലക്സി അമ്മുവിനെ തന്റെ ശരീരത്തിൽ നടത്തി മാറ്റി. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പൊക്കോണം നീ. ഞാൻ പോവില്ല. അമ്മുവിന് അച്ചായ മാത്രമേ ഉള്ളൂ. എന്തു വന്നാലും നമുക്കൊരുപോലെ അനുഭവിക്കാം അച്ചായ. അത് പറ്റില്ല അമ്മു. നിന്നെപ്പറ്റിയൊരു പ്രതീക്ഷയുണ്ട് മോളെ. നീ പഠിക്കണം, വലിയൊരു ഓഫീസർ ആവണം. കേസ് പെട്ടുപോയാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് പോവാൻ പറഞ്ഞു. എൻ്റെ അച്ചായൻ്റെ ജീവിതം കളഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട. അടുത്ത നിമിഷം അലക്സി അമ്മുവിനെ ശക്തമായി തൻ്റെ ശരീരത്തിൽ നിന്ന് വലിച്ചു മാറ്റി. അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് തുറന്നു കിടന്ന വാതിലിന് വെളിയിലേക്ക് ശക്തിയായി തള്ളി. പോ, ഓടി, ഇറങ്ങി പോടി ഇവിടുന്ന്. നിന്നെ ഈ പരിസരത്ത് കാണരുത്. ജ്വലിച്ചുകൊണ്ട് അത്രയും പറഞ്ഞിട്ട് ആ വാതിൽ ഉഗ്രമായ ശക്തിയോടെ അലക്സി വലിച്ചടച്ചു. സിറ്റ് ഔട്ടിൽ നിന്ന് അമ്മു പൊട്ടിപ്പിളർന്ന് കരഞ്ഞുപോയി. അടഞ്ഞ വാതിലിനപ്പുറം അകത്തുനിന്ന് അലക്സിയുടെ ഇടനെഞ്ചിൽ ആ കരച്ചിൽ മുള്ളാണി പോലെ വന്ന് തറച്ചു. ഇല്ല മോളെ, നീ എത്രയൊക്കെ അറിഞ്ഞാലും ഞാൻ ഈ വാതിൽ തുറക്കില്ല. അലക്സി തൻ്റെ മനസ്സിലാണത് പറഞ്ഞത്. അച്ചായ നശിച്ചാലും നീ നന്നാവണം. അച്ചായ മരിച്ചാലും നീ ജീവിക്കണം. നിന്നേക്കാൾ വലുതായി അച്ചായന് ലോകത്തൊന്നുമില്ല. അടഞ്ഞ വാതിലിനപ്പുറവും ഇപ്പുറവും ആത്മവേദനയുടെ അവസാനത്തെ നിമിഷങ്ങൾ ഇരുവരും ഒരുകിയൊലിച്ച് നിന്നു. അലക്സി തന്നെയാണ് ഫോണെടുത്ത് സ്റ്റേഷനിൽ വിവരം വിളിച്ച് അറിയിച്ചത്. അങ്ങനെ ഭാര്യയെ തൊഴിച്ചു വന്ന കുറ്റത്തിന് CI അലക്സി ഡേവിഡ് കൊലപാതകയായി. തുടർന്നുള്ള ദിവസങ്ങളിൽ മീഡിയയും പത്രമാധ്യമങ്ങളും വാർത്ത ആവോളം ആഘോഷിച്ചു. ഒരിടത്ത് അമ്മുവിൻ്റെ പേരോ സാന്നിധ്യമോ ഉണ്ടായിരുന്നില്ല. അത് വരാതിരിക്കാൻ അലക്സി ഒരുപാട് ശ്രമിച്ചു. അവസാനത്തെ തെളിവെടുപ്പും പൂർത്തിയാക്കി പോലീസ് അലക്സിയെയും കൊണ്ട് ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോഴാണ് അമ്മു അദ്ദേഹത്തെ പിന്നീട് കാണുന്നത്. കയ്യിൽ വിലങ്ങിയിട്ട് അലക്സിയെ കണ്ടതും അമ്മു പിടഞ്ഞുപോയി. ഇന്നലെ വരെയും രാജാവായിരുന്ന മനുഷ്യനാണിത്. രാജാവിൻ്റെ കയ്യിലാണ് ഈ വിലങ്ങ്. ഇന്നു മുതൽ അമ്മു രാജ്യവും പടയും രാജാവും നഷ്ടപ്പെട്ട വെറുമൊരു ദാസി. പിന്നെ കോടതി, കേസ്, ജയില്. പ്രതിയുടെ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് ശിക്ഷ 8 വർഷമാക്കി. ഓർമ്മകളിൽ നിന്നും കണ്ണീരോട് അമ്മ മുക്തയായി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം ജയിൽ മോചിതനാവും. അപ്പോൾ ഒരു വലിയ അത്ഭുതവുമായി അമ്മു അദ്ദേഹത്തെ സ്വീകരിക്കും. ഗേറ്റിൽ കാറിൻ്റെ ഇരമ്പൽ കേട്ട് രജനി വീടിനകത്തുനിന്നും പുറത്തേക്ക് ഓടി വന്നു. അമ്മുവിൻ്റെ കാർ കണ്ടതും അവൾ സന്തോഷത്തോടെ ചെന്ന് ഗേറ്റ് തുറന്നു. കാർ അകത്തേക്ക് കയറി പോർച്ചിൽ നിന്നതും രജനി ആൻറ്റി എന്ന വിളിയോടെ ആമി മോള് ഡോർ തുറന്ന് ഓടി ഇറങ്ങി. ആമിക്കുട്ടി. രജനി മോളെ കെട്ടിപ്പിടിച്ചു. ആമി മോൾക്കിപ്പോൾ 10 വയസ്സുണ്ട്. പിന്നാലെ അമ്മു ഇറങ്ങി. രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് അമ്മി മോൾ എന്താടി ഇത്രയും താമസിച്ച്? രജനി ചോദിച്ചു. ഈ അമ്മക്ക് ഭയങ്കര ബിസി ആൻറ്റി, ഞാൻ വഴക്കിട്ട് ഒരുക്കിക്കൊണ്ട് വന്നാ. ആമി പറഞ്ഞു. രജനി ചിരിച്ചുപോയി. അത് നേരാ. അമ്മു പുഞ്ചിരിച്ചു. എനിക്ക് ഭയങ്കര ബിസി. അത് പക്ഷേ ഇവളെ നോക്കുന്ന കാര്യത്തില്ല. അമ്മുവും മോള് രജനിയോടൊപ്പം വീടിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും രജനിയുടെ അമ്മ സരസ് അവിടേക്ക് എത്തി. മക്കള് വന്നോ? അമ്മുമേ. ആമി അവരെ കെട്ടിപ്പിടിച്ചു. എങ്ങനെയുണ്ട് മോളെ ജോലിയൊക്കെ? സരസു അമ്മുവിനോട് ചോദിച്ചു. നന്നായി പോകുന്നമ്മേ. അവൾ ചിരിച്ചു. വാ അമ്മേ മോള്, നേരെ ഉച്ചയായി, ഭക്ഷണം കഴിച്ച് സംസാരിക്കാം. അല്ലെങ്കിലും എനിക്ക് വിശക്കുന്നുണ്ട്. ആമി മോൾ ഓടിപ്പോയി ഡൈനിങ് ടേബിളിൽ ചെയറിലിരുന്നു. എല്ലാവരും ചിരിച്ചു. പിന്നെ കളിയും ചിരിയൊക്കെ ആയിട്ട് അവർ ഭക്ഷണം കഴിച്ചു. ഭക്ഷണശേഷം സരസു അമ്മയുടെ കൂടെ തൊടിയിലേക്ക് പോയി. അദ്ദേഹം എന്നിറങ്ങും കൊച്ചേ? രജനി ചോദിച്ചു. നാളെ. അമ്മുവിൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. എല്ലാം നല്ലതിനാ പെണ്ണെ. ഇനി നിങ്ങൾ നന്നായിട്ട് ജീവിക്കും. നിനക്കൊരു ജീവിതം വേണ്ട രജനി. എവിടുന്ന്? അതൊന്നും ശരിയാവില്ല അമ്മു. അന്ന് ഗൾഫിൽ പോയതുകൊണ്ട് കുറേ പൈസ ഉണ്ടാക്കി ഈ വീട് വലുതാക്കി പണിത് കടക്ക് വീട്ടി. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ ആരും സ്വീകരിക്കില്ല പെണ്ണെ. അമ്മയുടെ കാലം കഴിയുന്നവരെ ഞാനിനി ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞോ? സ്വീകരിക്കാൻ മനസ്സുള്ള ആരെങ്കിലും വന്നാൽ ഞാൻ മുടക്കം പറയില്ല. അത് പോട്ടെ, ഇങ്ങോട്ട് വന്നപ്പോൾ നീ നിൻ്റെ വീട്ടിൽ കയറിയാമോ? എന്തിന്? 8-9 വർഷം മുമ്പ് അവരെന്നെ അവിടുന്ന് പ്രാഗി ഇറക്കിയതല്ലേ. എനിക്ക് ജോലി ആയപ്പോഴും നല്ല സാലറി ആയപ്പോഴൊക്കെ പതി അടുത്തുവിടാൻ നോക്കിയതാ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് തന്നെ താമസം മാറിയത്. പിന്നെ എൻ്റെ ഫോണിലേക്ക് വിളിക്കായിരുന്നു മോളോട് സംസാരിക്കാൻ. എന്നിട്ട് കുഞ്ഞിനെ ഓരോന്നൊക്കെ പറഞ്ഞ് തിരിക്കാൻ നോക്കി. അതോടെ ഞാൻ അതും നിർത്തി. നന്നായിപ്പോയി. നീ ഇനി അത് ശ്രദ്ധിക്കണ്ട. അലക്സി സാർ ജയിലിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുവാണേ. നീ സസ്പെൻസ് പൊളിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. അമ്മു ചിരിച്ചു. ഞാനിതിനിൽ പലതവണ ജയിലിൽ പോയിരുന്നു അച്ചായനൊന്ന് കാണാൻ. അദ്ദേഹം സമ്മതിച്ചില്ല, കണ്ടുമില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരിട്ട് കണ്ടോളാന്ന് പറഞ്ഞു. പാവം. രജനി പരിതപിച്ചു. അല്ലെങ്കിൽ നല്ല മനുഷ്യർക്കാണല്ലോ കഷ്ടപ്പാടും ദുരിതമൊക്കെ. നീ കാണാൻ ചെല്ലുമ്പോൾ പുള്ളിക്ക് സങ്കടമാവും. അതുകൊണ്ടാ. അതെനിക്കറിയാം. ഏതായാലും നാളെ കാത്തിരിപ്പ് അവസാനിക്കും. അവർ സംസാരിച്ചിരിക്കുമ്പോൾ ആമിമോളും സരസ്വമ്മയും കയറി വന്നു. ആമിമോളുടെ കയ്യിൽ കുറേ അമ്പഴങ്ങയും ഉണ്ടായിരുന്നു. അമ്മേ, ഞാൻ 2 ദിവസം ആൻറ്റിയുടെ അമ്മൂമ്മയുടെ കൂടെ ഇവിടെ നിന്നോട്ടെ? ആമി ചോദിച്ചു. അപ്പം അമ്മ ഒറ്റയ്ക്കല്ലേടാ? അമ്മ ചോദിച്ചു. പ്ലീസ് മാ.
അവളിവിടെ നിൽക്കട്ടെടി, കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ. സരസു അമ്മ ആമിമോളെ ചേർത്ത് പിടിച്ചു. നീ ഏതായാലും നാളെ തിരുവനന്തപുരത്തിന് പോവില്ല അമ്മ, മോളിവിടെ നിൽക്കട്ടെ, രജനിയും പറഞ്ഞു. അമ്മ പുഞ്ചിരിച്ചു. ഹായ്, അമ്മ സമ്മതിച്ചു, താങ്ക്സ് അമ്മ. അവൾ അമ്മുവിനൊരു ഉമ്മ കൊടുത്തു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മോടും തിരിച്ചു. അലക്സി, ഉറക്കൊന്നുമില്ലേ? നാളെ പോകുന്നുണ്ടാണോ? സെൻട്രൽ ജയിലിലെ സെല്ലിൽ അലക്സിയുടെ ഇവിടെ ഉറങ്ങിയിരുന്നില്ല. അയാൾ തലതിരിച്ചു നോക്കി. വാർഡൻ കൃഷ്ണചന്ദ്രനാണ്. പോലീസ് സേനയിലെ സർക്കിളായിട്ടിരിക്കുമ്പോഴേ അലക്സിക്ക് അയാൾ അറിയാം. ആ, അലക്സി ഒന്ന് മന്ദസിച്ചു. തന്നെ കാണാൻ പലതവണ ആ കൊച്ചു വന്നിരുന്നു. ഒരിക്കൽ പോലും അതിനെ താൻ കാണാൻ കൂട്ടാക്കിയില്ല. നാളെ അവള് വരുമോ? വരും. അലക്സി പുഞ്ചിരിച്ചു. എനിക്ക് അവളല്ല വേറെ ആരാ ഉള്ളത്. ഞാനിവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവളെ കണ്ട എനിക്ക് താങ്ങത്തില്ല സാറേ. ഭയങ്കര വിഷമാവും എനിക്കും അവൾക്കും. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട് കാണാമെന്ന് കരുതിയത്. ഏതായാലും ജോലി പോയില്ല അലക്സി. ഇനി അങ്ങനെ ജീവിക്കും പുറത്തിറങ്ങിയിട്ട്? കഴിയാനുള്ളതൊക്കെ എനിക്കുണ്ട് സാറേ. എൻ്റെ അപ്പനൊരു മലയോര കർഷകനായിരുന്നു. 5-8 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാ. ആ ശരി, നേരം പുലരാൻ ഇനിയും ടൈമുണ്ട്. അലക്സി കിടന്നോളൂ. കൃഷ്ണചന്ദ്രൻ പോയി. അലക്സിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. നാളെ താൻ ജയിൽ മോചിതനാവും. അമ്മു വരും. അവളിപ്പോൾ എങ്ങനെ ആയിട്ടുണ്ടോ എന്തോ. തടിച്ചോ അതോ മെലിഞ്ഞോ? ഇപ്പോൾ എവിടെയായിരിക്കും ജോലി ചെയ്യുന്നത്? ആമി മോൾക്ക് ഇപ്പോൾ 10 വയസ്സുണ്ടാവും. അലക്സിയുടെ മനസ്സിലേക്ക് പല ചിത്രങ്ങളും കടന്നു വന്നു. എപ്പോഴും അയാൾ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് 10 കഴിഞ്ഞപ്പോൾ റിലീസിംഗ് ഓർഡർ എത്തി. വാർഡൻ വന്ന് വിളിച്ചപ്പോൾ അലക്സി സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് ചെന്നു. അലക്സി, ഇവിടെ നിന്ന് സൈൻ ചെയ്തേക്ക്. സൂപ്രണ്ട് ബെഞ്ചമിൻ രജിസ്റ്റർ ബുക്ക് നീക്കി വെച്ചു. അലക്സി സൈൻ ചെയ്തു. പെട്ടെന്ന് റൂമിന് വെളിയിൽ നിന്ന് പോലീസുകാർക്കിടയിൽ ഒരു തിടുക്കമുണ്ടായി. പെട്ടെന്ന് കാക്കി യൂണിഫോം അണിഞ്ഞ സുന്ദരിയായ ഒരു പോലീസ് ഓഫീസർ സൂപ്രണ്ടിന്റെ റൂമിലേക്ക് വന്നു. ആ മുഖം കണ്ടതും അലക്സി അമ്പരന്ന് പോയി. അമ്മു. ആ ചുണ്ടുകൾ അവിശ്വസനീയതയോടെ മന്ത്രിച്ചു. അച്ചായ. അമ്മു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. മോളെ. അലക്സിയുടെ ഹൃദയം നിറഞ്ഞു. അലക്സിയുടെ അമ്മുവാ, ഇപ്പോഴത്തെ ACP കൂടിയാ. സൂപ്രണ്ട് ചിരിച്ചു. വാച്ചായ. അമ്മു അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. മേഡം സസ്പെൻസ് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ ഇതുവരെ അലക്സിയോട് പറയാതിരുന്നു. പോലീസുകാർ വിനയത്തോടെ പറഞ്ഞു. അമ്മു നിറഞ്ഞു ചിരിച്ചു. മതിൽക്കെട്ടിന് പുറത്ത് വാഗമരച്ചുവട്ടിലെത്തി നിന്നു. അലക്സി അവൾ ഇറുകെ കെട്ടിപ്പിടിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ അച്ചായൻ്റെ ആഗ്രഹമല്ലായിരുന്നു ഞാൻ വലിയൊരു പോലീസ് ഓഫീസർ ആവണമെന്ന്. അങ്ങനെ തന്നെയായി. ഇനി നമ്മൾ ഒന്നിച്ച് ജീവിക്കും ഇച്ചായ. അതാണ് അച്ചായനുള്ള എൻ്റെ സമ്മാനം. ആ സസ്പെൻസ്. മോളെവിടെ? അലക്സി ചുറ്റും നോക്കി. അവൾ രജനിയുടെ വീട്ടിലുണ്ട്. അച്ചായൻ വാ. അമ്മു കാറിൻ്റെ ഡോർ തുറന്നു. അലക്സി കയറി. അമ്മു. ഡോർ അടഞ്ഞു. അവളുടെ ജീവിതയാത്ര ഇവിടെ ആരംഭിക്കുന്നു.